ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്മേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് UAE ലേബർ ലോ അനുസരിച്ചിട്ട് ഗ്രാറ്റുവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അതിനുള്ള സിമ്പിൾ ഒരു ഫോമുല എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ജോയിനിങ് ഡേറ്റ്, ലാസ്റ്റ് വർക്കിംഗ് ഡേ, ബേസിക് സാലറി എന്നീ 3 എലമെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ളത്. ലോ അനുസരിച്ച് ഒരു എംപ്ലോയിയുടെ ടോട്ടൽ സർവീസ് ഡ്യൂറേഷനിൽ ഓരോ വർഷവും ബേസിക് സാലറിയുടെ ഓരോ പോർഷൻ ആഡ് ചെയ്താണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് 5 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബേസിക് സാലറിയുടെ 21 ഡേയ്സ് സാലറിയും 5 ഇയറിന് ശേഷമുള്ള ഓരോ ഇയറിലും ബേസിക് സാലറിയുടെ 30 ഡേയ്സ് സാലറിയാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ലോ അനുസരിച്ച് എങ്ങനെ ഒരു ഗ്രാറ്റുവിറ്റി ഫോമിൽ നമുക്ക് ഫോം ചെയ്യാൻ നോക്കാം. ബേസിക് സാലറി അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷനിൽ വേരിയേഷൻ നമുക്ക് നോക്കാം. അതനുസരിച്ച് ഡേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇൻപുട്ട് മാറുന്നതനുസരിച്ച് ഗ്രാറ്റുവിറ്റിയുടെ നെറ്റ് വാല്യൂ മാറുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് ഈ ഒരു ഫോമിൽ എങ്ങനെ കോംപ്ലക്സ് ആവാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കാം. അതിനുശേഷം ഓൺലൈനിലെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്ററിൽ നമ്മുടെ സെയിം വാല്യൂ കൊടുത്തിട്ട് നമ്മുടെ റിസൾട്ട് വരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വേരിയേഷൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നെക്സ്റ്റ് ഷീറ്റിൽ ഓൾറെഡി ഒരു സെയിം ഫോമാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വാല്യൂ നമുക്ക് എങ്ങനെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ബിഫോർ 5 ഇയേഴ്സിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി ആഫ്റ്റർ 5 ഇയേഴ്സിനുള്ള ഫോമുല നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സിൻ്റെ കാൽക്കുലേഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഇൻപുട്ട് കൊടുത്ത് ഈ 2 ഫോമിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ജോയിനിങ് ഡേറ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് മാറിയതനുസരിച്ച് നമ്മുടെ കാൽക്കുലേഷനിൽ വേരിയേഷൻ വന്നായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്കിനി ഒരു നെറ്റ് ഗ്രാറ്റുവിറ്റി നമുക്കൊരു 2 ഫിഗറിൻ്റെ ഒരു ടോട്ടൽ നമുക്ക് എടുക്കാം. ബട്ട് 12,280 ആണ് നമുക്കിപ്പോൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഇൻപുട്ട് വാല്യൂ ഓൺലൈൻ സൈറ്റിൽ അതോറിറ്റിയുടെ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ഇൻപുട്ട് കൊടുത്ത് ഈ സെയിം ഗ്രാറ്റുവിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എംപ്ലോയി ബേസിക് സാലറി 1000 ആണ് നമ്മൾ ഫോമുലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 12,208 കറക്റ്റ് നമ്മുടെ ആ ഒരു ഫോമുലയിൽ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോമുല മാനുവലി ക്യാൻസലേഷൻ സെറ്റിൽമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോമുലയാണ്. ഈ ഒരു ഫോമുല കോമ്പിനേഷനിൽ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് FRAC എന്ന ഒരു ഫോമുലയാണ്. ആക്ച്വലി ഈ ഒരു ഫോമുല, ഈ ഒരു ഫംഗ്ഷൻ 2 ഇയർ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇയർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏത് ഷീറ്റിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോമുലയാണ് ഈ ഒരു ഇയർ FRAC. ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ഡേ ടു ഡേ ഓഫീസ് ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമുലയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.